പ്രതികൂല കാലാവസ്ഥയിലും ഷിരൂരിൽ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. കനത്ത മഴ തുടരുന്നതും പുഴയിലെ അടിയൊഴുക്കുമാണ് വെല്ലുവിളി. ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പുതിയ രീതികൾ കൂടി ഉടൻ അവലംബിക്കാനാണ് നീക്കം. ഷിരൂരിൽ നിന്നും അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, എല്ലാ തരത്തിലും പ്രതികൂലമാണ് കാലാവസ്ഥ. മഴ ശക്തമായി പെയ്യുന്നു, അടിയൊഴുക്ക് അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യം നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയും സാഹചര്യവുമാണ് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും സുരേഷ്, രക്ഷാദൗത്യം നീണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇന്ന് ഏതായാലും പ്രധാനമായിട്ടും ഈ ഷിരൂരിൽ സംഭവിച്ചത് രക്ഷാദൗത്യത്തിലുണ്ടായ പുതിയ ഡെവലപ്മെന്റുകൾ എന്നുള്ളത് ഒന്ന്, ഇന്ന് ഈ ഒരു ഡ്രോൺ പരിശോധന വീണ്ടും നടത്തുകയുണ്ടായി. ആ ഡ്രോൺ വെച്ച് നടത്തിയ പരിശോധനയിൽ നേരത്തെ 2 ഭാഗങ്ങൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു. ലോഹവസ്തുവിന്റെ സാന്നിധ്യം 2 ഇടത്ത് കണ്ടെത്തിയിരുന്നു. ഇന്ന് മൂന്നാമതൊരു ഭാഗത്തു കൂടെ ഈ ലോഹവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ മൺകൂനയ്ക്ക് അടുത്തായിട്ടാണ് മൂന്നാമതൊരു ഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ നിന്നും ഈ 2 ഭാഗം നേരത്തെ കണ്ടെത്തിയ ആ ഭാഗത്തു നിന്നും ഈ ഒഴുകിപ്പോയതായിരിക്കാം. അതായത് നിരങ്ങി നീങ്ങി ഈ മൺകൂനയുടെ അവിടെ യഥാർത്ഥ ഭാഗം, ഈ ഒരു ലോറി ആണെങ്കിൽ ലോറിയുടെ ഏതെങ്കിലും 2 ഭാഗങ്ങൾ, ഒരു ഡോറോ മറ്റോ ഒക്കെ ആയിട്ടായിരിക്കാം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ 2 ഭാഗത്തുണ്ടായത്. യഥാർത്ഥ ഭാഗം ഈ ഒരു മൂന്നാമത്തെ ഈ മൺകൂനയ്ക്ക് സമീപത്തായി എത്തിയതായിരിക്കാം, നിരങ്ങി നീങ്ങി അവിടെ എത്തിയതായിരിക്കാം എന്നുള്ളതാണ് നിലവിലൊരു അനുമാനത്തിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് കണ്ടെത്തിയ ആ സിഗ്നൽ എന്നുള്ളത് വളരെ സ്ട്രോങ് സിഗ്നലാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇനി പരിശോധന നടത്തുക എന്നുള്ളതാണ് ദൗത്യസംഘം ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത്, അവിടെ ട്രഞ്ചിങ്ങോ മറ്റോ നടത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. ആ മൺകൂന വളരെ ചതുപ്പ് പോലെയാണ്, പുഴയുടെ മധ്യഭാഗത്തായതുകൊണ്ട് തന്നെ അവിടെ ട്രഞ്ചിങ് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ ഈ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിയും നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ 6 വരെയായിരുന്നു ഈ ഒഴുക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഏതായാലും 8ലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് പുതുതായിട്ട് ഇത്തരത്തിൽ 8 നോട്ടിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് പുതുതായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 8 നോട്ടിലൊന്നും ഇങ്ങനെ പുഴയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളത് സാധ്യമല്ല. ഇപ്പോൾ ഇവർ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡങ്കി ബോട്ടുകൾ, ആ ഒരു ഡങ്കി ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇത്തരത്തിൽ 8 നോട്ടൊക്കെ ഒഴുക്കുള്ളപ്പോൾ പുഴയിലേക്ക് ഇറങ്ങി മുങ്ങൽ വിദഗ്ധർ ഇറങ്ങി പരിശോധന നടത്തുക എന്നുള്ളത് നിലവിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഒരു പുതിയ ഒരു സാധ്യത കൂടി പരിശോധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ പോണ്ടൂൺ ഫ്ലോട്ടിംഗ് എന്നുള്ള പുതിയ ഒരു രീതി, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോണ്ടൂൺ എന്ന ഒരു പുതിയ രീതിയിലേക്ക് കടക്കുന്നു എന്നുള്ളത്. ആ രീതി എന്ന് പറഞ്ഞാൽ ഒരു ചങ്ങാടം പോലെ ഒരു സിസ്റ്റമാണ്. ഈ ചങ്ങാടം പോലെ ഉള്ള ആ ഒരു വസ്തു ഉപയോഗിച്ച് 2 ഇരുമ്പ് തണ്ടുകൾ 2 ഭാഗത്തായിട്ട് ഉപയോഗിക്കും, മധ്യഭാഗത്തായിട്ട് മറ്റു വസ്തുക്കളും ഉപയോഗിച്ചുള്ള ഒരു ചങ്ങാടം പോലെ, അതാണ് അതിൻ്റെ ഒരു രൂപം. അതിൽ ഈ കയറ് കെട്ടിക്കൊണ്ട് താഴേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. നിലവിൽ ഈ ബോട്ട് ഒഴുക്കിൽപ്പെട്ട് അങ്ങോട്ട് ആടി ഉലയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂൺ ഉപയോഗിക്കുമ്പോൾ അത്തരത്തിൽ ആടി ഉലയാതെ അതിനെ കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ നിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധർക്ക് കയറിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങി ആ ഒരു പരിശോധന നടത്താൻ കഴിയും എന്നുള്ളതാണ്. അതായത് ഈ 3 സിഗ്നലുകളിൽ ഏതായാലും മറ്റ് 2 സിഗ്നലുകളിൽ പരിശോധന നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആ മൂന്നാമത്തെ സ്ട്രോങ് സിഗ്നലിൽ പരിശോധന നടത്താനാണ് ഇനി ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഉൾപ്പെടെ യോഗം ചേരുന്നുണ്ട്. പരിശോധന ഏതായാലും നിർത്തിവെക്കില്ല, തുടരും എന്നുള്ളതാണ്. അവസാന സാധ്യതകളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിൽ നിർത്തിവെക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ കടക്കുള്ളൂ. നിലവിൽ ഏതായാലും ഈ ദൗത്യം തുടരാനുള്ള തീരുമാനമാണ് ഇന്ന് പ്രധാനമായും കൈക്കൊണ്ടത്. ഇന്ന് വൈകിട്ടും യോഗം ചേരും എന്നുള്ളതാണ് കളക്ടറും അതുപോലെ തന്നെ MLAയും ഉൾപ്പെടെയുള്ള അധികൃതർ ഇന്ന് അറിയിച്ചത്. അർജുനായുള്ള തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുൺ ആലത്തൂരാണ് ഷിരൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.